മാഞ്ഞൂർ പഞ്ചായത്തിൽ 2ാം വാർഡ് ഇരവിമംഗലം കുടിവെള്ള പദ്ധതി. ഇത് ഈ കുടിവെള്ള പദ്ധതി ഇവിടെ ഇങ്ങനെ തുടങ്ങാനായിട്ടുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട ജോസൂട്ടി കക്കാട്ടിൽ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വലിയ കുളം കിടക്കുന്നുണ്ട്. ആ കുളത്തിൽ ഒരിക്കലും പറ്റാത്ത വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള കുറേ ഒരു 200-250 ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമേ രൂപകൽപ്പന ചെയ്തത്. പക്ഷേ പഞ്ചായത്തിൻ്റെ ആ കുളം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ കുളം ഇപ്പോൾ ഈ നിർമ്മിച്ചിരിക്കുന്ന കുളം 3 സെൻറ്റ് സ്ഥലം നമ്മുടെ ഒരു ഗുണഭോക്താവ് നമുക്ക് ഫ്രീ ആയിട്ട് തരികയും അതനുസരിച്ച് നമ്മളിവിടെ കുളം കുഴിച്ച് അതുപോലെ തന്നെ പമ്പ് ഹൗസ് പണിതു, വാട്ടർ ടാങ്ക് പണിതു. ഇനി കറണ്ട് കണക്ഷനുള്ള പണവും അടച്ചു. ഇനി കുറച്ച് പൈപ്പ് ലൈൻ കൂടി കുഴിച്ചിട്ടാൽ മാത്രം മതി ഇതിൽ നിന്ന് എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാകും. ഇത് 250-300 ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്ന വലിയ ഒരു സ്രോതസ്സാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും പറ്റാത്ത നല്ല പ്യുവർ വാട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കുന്നിൻ്റെ മുകളിലുള്ള കുറേ ആളുകൾക്ക് കുടിവെള്ളം ഒട്ടും ഇല്ലാതെ വിഷമിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ നമുക്ക് അവരുടെ ഗുണഭോക്തൃ വിഹിതവും കൂടി കൂട്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് 20 ലക്ഷവും അതേപോലെ തന്നെ നമ്മുടെ MP-യുടെ ഫണ്ട് 1 ലക്ഷം, MLA-യുടെ ഫണ്ട് 2 ലക്ഷം, ഇങ്ങനെ ടോട്ടൽ 25 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ്, ബൃഹത്തായ പദ്ധതിയാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് വേണം കരുതാൻ. കാരണം കുറച്ച് രൂപ പല സ്ഥലങ്ങളിലായി ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒരു വലിയ പദ്ധതി നമ്മൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി ആ പ്രദേശത്തെ കുടിവെള്ളത്തിൻ്റെ ദാരിദ്ര്യം നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ചെറിയ കുടിവെള്ള പദ്ധതികളാണ് വളരെ ഭംഗിയായിട്ട് നമ്മൾക്ക് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ഈ കുടിവെള്ള പദ്ധതിയുടെ കുറച്ച് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ജോസൂട്ടി കക്കാട്ടിലും കൂടി പൂർത്തീകരണത്തിന് വെച്ച് ആ പദ്ധതിയും എഗ്രിമെൻ്റ് വെച്ച് അതിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ ഇങ്ങനെ ഇനി ഇത് പൂർത്തീകരിക്കാൻ ഒരു 10-15 ദിവസവും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബാക്കി പൈപ്പ് ലൈൻ ഇട്ടിട്ട് പിന്നെ വെള്ളം എല്ലാ വീടുകളിലും എത്തിക്കാനായിട്ടുള്ള അവസരമുണ്ടാവും. ഇതിന് സഹായിച്ച എല്ലാ ജനങ്ങളും, ഇവിടെ ഇപ്പോൾ 2 പേരെ വന്നുള്ളൂ. നമ്മൾ പെട്ടെന്ന് പൊടുന്നനെ ഇവിടെ വന്നതായതുകൊണ്ട് കൂടുതൽ ആളുകളെ നമുക്ക് കൂട്ടുന്നതിനൊന്നും അവസരം ഉണ്ടായില്ല. എങ്കിൽ പോലും ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതി ഇവിടെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞത്. ഇത് ഒരു മാതൃകാ പദ്ധതിയായിട്ട് മറ്റുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതി പൂർത്തീകരണം നടന്നു എന്ന് അഭിമാനിക്കുന്നു. പറയാനുള്ളൂ ഇത്രയും പറഞ്ഞാൽ പറയാം. കുളത്തിന്റെ അവിടെ അല്ല ടാങ്കിന്റെ അവിടെ ചെല്ലുമ്പോൾ ജോസൂട്ടി പറയട്ടെ. നല്ല വെള്ളമല്ലേ? 23-ന്റെ കണക്ക് പറഞ്ഞിട്ട് 25 ലക്ഷം ആയെന്ന് പറഞ്ഞു. 23-ന്റെ കണക്കല്ലല്ലോ പറഞ്ഞത്. 20 ലക്ഷവും 20 ലക്ഷം ജില്ലാ പഞ്ചായത്തിന്റെ ഗുണഭോക്തൃ വിഹിതം 2 ലക്ഷം. അത് പറഞ്ഞില്ല. അതെ മധു, 2 ലക്ഷം രൂപ ഇവരുടെ ഗുണഭോക്തൃ വിഹിതമാണെന്നുള്ളത് കൊണ്ട് അതൊന്ന് കേട്ടായിരുന്നു. അത് ജോസൂട്ടി പറഞ്ഞു. ടോട്ടൽ ഫണ്ടിന്റെ സോഴ്സ് പറഞ്ഞു. ഇപ്പൊ എല്ലാം പറയണോ? അല്ല, ഫണ്ട് ഏതൊക്കെ ഫണ്ടാണ് കിട്ടിയത് എന്നിട്ട് ജോസൂട്ടിക്ക് പറയാനുണ്ടെങ്കിൽ നന്ദി പറയാനുണ്ടെങ്കിൽ അതുമൊക്കെ അവിടെ വെച്ച് പറഞ്ഞാൽ മതിയോ? അവിടെ വെച്ച് പറയാനോ ഇപ്പൊ പറയണ്ടേ? മനസ്സിൽ ഓർത്തോട്ട് പറഞ്ഞ ആളാ. അപ്പൊ എങ്ങനെ തേടിയ വെള്ളി ഗാലിച്ചിറ്റി എന്ന് പറഞ്ഞ് ഈ ചേട്ടനാണ് കേട്ടോ ഇങ്ങനെയൊരു കുടിവെള്ള പദ്ധതിയുടെ സോഴ്സ് കാണിച്ചു തന്നതും. അദ്ദേഹത്തിന്റെ ഒരു നല്ല ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. എൻ്റെ മോളെ, ഇവിടെ ഈ ഒരിക്കലും പറ്റാത്ത വെള്ളമാണ്. ആ വെള്ളം നമ്മുടെ ഈ കുടിവെള്ളമില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ ദൈവാനുഗ്രഹം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വേണമെങ്കിൽ 2 വാക്ക് പറയുന്നതിനൂടെ ഉള്ള അവസരം കൊടുക്കാം. പറഞ്ഞു. ബഹുമാനപ്പെട്ട ജില്ലാ മെമ്പർ, 2ാം വാർഡ് മെമ്പർ ജോസൂട്ടി, എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട സാറ്, ഇവിടെ നിൽക്കുന്ന 2 സഹോദരങ്ങൾ,